ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ എപ്പിസോഡ് തീരുന്നത് അഞ്ജലിയും അർജുനും കൂടി ജീപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് അർജുൻ ഹഗ് ചോദിക്കും, കയ്യിൽ അഞ്ജലിയുടെ പിടിക്കും. അപ്പോൾ കൈ ഇങ്ങനെ വലിച്ചിട്ട് അഞ്ജലി കുട്ടി ഓടിപ്പോകും, ഇങ്ങനെ അർജുനെ പിടിച്ച് തള്ളിയിട്ട്. അപ്പോൾ അഞ്ജലി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങ് മാറി പോകുന്നു. ഇത് കണ്ട് സന്തോഷിച്ച് നമ്മുടെ അർജുൻ നിൽക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് കാവ്യം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അർജുൻ എന്ന ദേഷ്യത്തോട് അലറി വിളിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ്റെ അടുത്തേക്ക് വരുന്ന കാവ്യ. ഇങ്ങനെയാണ് എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് എപ്പിസോഡ് ആദ്യം തുടങ്ങുന്ന സീൻ എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ബാക്കി എന്നോണാണ്. അപ്പോൾ കാവ്യ ഇങ്ങനെ ദേഷ്യത്തിൽ അർജുൻ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലും. അപ്പോഴത്തേനും മനസ്സിൽ അർജുൻ വിചാരിക്കും, അയ്യോ ഈ മാരണം, ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ അർജുൻ വിചാരിക്കും കേട്ടോ. അപ്പോൾ അർജുൻ്റെ അടുത്ത് ഈ കാവ്യ എത്തുമ്പോൾ തന്നെ ചോദിക്കും, നീ ഇങ്ങനെ എന്താണ് അർജുൻ നീ കാട്ടിക്കൂട്ടുന്നത്, നീ കണ്ട പെണ്ണുങ്ങൾക്കിപ്പോൾ ആടി ഉല്ലസിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേനും അർജുൻ പറയും, അത് നീ എന്തിനാ നോക്കുന്നത്, മൈൻഡ് ഓൺ യുവർ ബിസിനസ്, ഇത് എൻ്റെ കാര്യമാണ്, നീ അതിൽ ഇടപെടേണ്ട കാര്യം എന്നാണ് അർജുനും തിരിച്ചു ചോദിക്കും കേട്ടോ. അപ്പൊ അർജുന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ചോദ്യം ഒട്ടും കാവ്യ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ മൈൻഡ് യുവർ ബിസിനസ്, ഇത് എൻ്റെ കാര്യമാണ്, നീ അത് കൂടുതൽ തല പുകയ്ക്കേണ്ട കാര്യമില്ല എന്ന് അർജുൻ കാവ്യയോട് പറയുമ്പോഴത്തേനും ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഷോക്കഡായി പോകും കേട്ടോ കാവ്യ. അപ്പോൾ കാവ്യ പറയും, നിന്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും കൂടി നമ്മുടെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു കഴിഞ്ഞതാണ്, വിവാഹ തീയതി വരെ നിശ്ചയിച്ചു കഴിഞ്ഞു, എന്നിട്ട് നീ അഞ്ജലിയുടെ പുറകെ പ്രേമിച്ച് നടക്കുകയാണോ അർജുൻ ചോദിക്കും. അപ്പോഴത്തേനും നമ്മുടെ അർജുൻ പറയും, അത് എൻ്റെ ഇഷ്ടമാണ്, അന്നേ ഞാൻ എൻ്റെ നിലപാട് നിങ്ങളോട് പറഞ്ഞതാണ്, എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല, ഒരു കാരണവശാലും അത് നടപ്പാകില്ല, എനിക്ക് ഇഷ്ടം അഞ്ജലിയെയാണ്, എനിക്ക് അഞ്ജലി അല്ലാതെ പറ്റത്തില്ല, അഞ്ജലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അല്ലാതെ കാവ്യമായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന രീതിയിൽ അന്നേ ഞാൻ പറഞ്ഞതാണ്, അപ്പം നീ ഒരു ഫൂളിഷാണെന്നും കൂടി അർജുൻ കാവ്യയോട് പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും ഇങ്ങനെ ഉരുകി കത്തി നിൽക്കുകയാണ് കേട്ടോ കാവ്യ. അർജുൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ഷോക്കഡായിട്ടുള്ള വീടുകൾ ഉണ്ടാകുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും സത്യം പറഞ്ഞാൽ കാവ്യ വിചാരിച്ചില്ല. കാവ്യ പറയുന്നുണ്ട്, ഞാനും നീ തമ്മിൽ വിവാഹം ഉറപ്പിച്ചതാണ്, അപ്പം നീ എന്ത് ചെയ്യുന്നു, നീ എനിക്ക് വേണ്ടിയിട്ട് വേണം ജീവിക്കാൻ, നീ എൻ്റെ ആഗ്രഹങ്ങൾ നീ നോക്കണം, ഇങ്ങനെ പറഞ്ഞ കാവ്യ പറയും. അപ്പോഴത്തേനും അർജുൻ പറയും, അതൊന്നും നടപ്പാകാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ, നീ വെറും വിഡ്ഢിയായി മാറരുത്, ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല, എൻ്റെ സ്നേഹത്തിന്, അഞ്ജലിയോടുള്ള എൻ്റെ സ്നേഹത്തിന് കടലോളം ആഴമുണ്ട്, ആ സ്നേഹത്തിൻ്റെ വില നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എൻ്റെ നിലപാട് ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, നീ വെറും ഒരു ഫൂളിഷാണ്, ഇനിയെങ്കിലും റിയാലിറ്റിയിലേക്ക് വരണം കാവ്യ, ഒരിക്കലും നിന്നെ എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ അർജുൻ പറഞ്ഞിട്ട് അർജുനൻ പോകും കേട്ടോ. ഇത് കേട്ടിട്ടാണെങ്കിലും ഇങ്ങനെ പൊട്ടിത്തെറിച്ചാണ് കാവ്യ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് താൻ വെറും ഒരു മണ്ടിയാണെന്ന രീതിയിൽ അർജുൻ പറഞ്ഞു, താൻ വെറുതെ ഒരു വേസ്റ്റാണ്, തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, താൻ വെറുതെ അർജുൻ്റെ പുറകെ നടക്കുവാണ്, ഈ രീതിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അർജുൻ ഈ കാവ്യയോട് പറഞ്ഞു. അപ്പോൾ ആകെ കാവ്യാണ് എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനെ കല്ലിതുള്ളി നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ ആര്യക്കുട്ടി ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ്. അത് കൊച്ചിയിൽ നിന്നാണ്, ഒരു ട്രൂപ്പിൽ നിന്നാണ് കോൾ വരുന്നത്. പറയും ഇങ്ങനെ ആര്യയുടെ സോങ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുണ്ട്, ഞങ്ങളത് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു ആൽബത്തിലേക്ക് ഒരാളെ തന്നെ കൊണ്ട് പാടിച്ചാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ തനിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേനും ആര്യ ഭയങ്കര എക്സൈറ്റഡ് ആകും കേട്ടോ. അപ്പോൾ ആര്യയുടെ വലിയൊരു ആഗ്രഹമാണ് പാടി ഒരു വലിയ ആളാകുന്നൊക്കെ ആര്യ മനസ്സിൽ എന്തൊക്കെ പറഞ്ഞാലും ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ ആര്യ പറയും, വളരെയധികം സന്തോഷമുണ്ട്, അപ്പോൾ എൻ്റെ നമ്പറൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്പറൊക്കെ സോഷ്യൽ മീഡിയ ഓൾറെഡി പോസ്റ്റ് ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ഒട്ടും പാടുണ്ടായില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഫോണൊക്കെ പറഞ്ഞു വെക്കും. എന്തായാലും ഉടനെ ഞങ്ങൾ നേരിട്ട് വന്ന് കാണാമെന്നൊക്കെ പറയും കേട്ടോ ആര്യയുടെ. അപ്പോൾ ആര്യ ശരി എന്നൊക്കെ പറഞ്ഞ് വെക്കുമ്പോൾ കുഞ്ഞപ്പനും മറ്റേ കൂട്ടുകാരിയെ കൂടി കയറി വരുവേ. അപ്പോൾ അവരോടും കാര്യം പറയും. അപ്പോൾ അവർ പറയും, ഞാൻ 5 മില്യൺ വ്യൂ അടിച്ചു ആര്യക്കുട്ടി പാടി എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നിൽക്കുന്ന സമയത്താണ് ഇന്ദിരമ്മായി കയറി വരുന്നത്. നമുക്കറിയാലോ, പുള്ളിക്കാരി അല്ലെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് അത് കെടുത്താൻ വേണ്ടിയിട്ട് എന്തായാലൊക്കെ കൊണ്ടുവരും നമുക്കറിയാലോ. ഈ സമയത്ത് പുള്ളിക്കാരി കയറി വന്നിട്ട് പറയും, ഞാൻ ആര്യനെ കെട്ടിച്ചിടാൻ പോവുകയാ,
എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആര്യ അങ്ങ് ഷോക്കഡായി പോകും കേട്ടോ. കെട്ടിച്ചു വിടാനോ? ആ ഒരാളുടെ പേര് പറയും കേട്ടോ, പേര് പറയില്ല, ഇങ്ങനെ ഒരാളുടെ ഒരു അനിയനാണ്, കെട്ടിച്ചു വിടാൻ പോവാ. രണ്ടാം കെട്ടുകാരനാ, കുഴപ്പമൊന്നുമില്ല, രണ്ടാം കെട്ട് ഒന്ന് കെട്ടിയതാന്നേ ഉള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും കുഞ്ഞപ്പനും ആര്യയൊക്കെ കൂടി ആകെ ഷോക്കടെ പോയി. രണ്ടാം കെട്ടുകാരനോ? അതൊരു ഇന്ദിരമായി പറയും, അത് രണ്ടാം കെട്ടുകാരനാ, അതിനെന്താ കുഴപ്പം, ഒന്ന് കെട്ടിയെന്നല്ലേ ഉള്ളൂ, ഒന്ന് കെട്ടിയതാന്ന് കണ്ട പറയത്തേ ഇല്ല എന്ന് പറയും. അതിന് ആര്യാണ് കരയുന്ന ഒരു അവസ്ഥയിലാകും കേട്ടോ. കാരണം ആര്യക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു കല്യാണത്തെ പറ്റി ചിന്തിക്കാനൊന്നും സത്യം പറഞ്ഞാൽ ആര്യക്കുട്ടിക്ക് പറ്റത്തില്ല കേട്ടോ. കാരണം ആര്യ ആലോചിക്കുന്ന ഒരു ജോലി നേടുക, സ്വന്തമായൊരു നിലനിൽപ്പ് ഉണ്ടാകുക, അതിനുശേഷം കല്യാണം. സത്യം പറഞ്ഞ പുള്ളിക്കാരി ഇപ്പോഴും അതൊന്നും അതിനെപ്പറ്റൊന്നും ചിന്തിക്കേണ്ട പോലെ ആവശ്യമില്ല എന്ന രീതിയിലാണ്. കാരണം വെച്ചാൽ സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് ഉണ്ടാക്കുക, ഒരു ഒറ്റയ്ക്ക് ഒരു ഇത് നേടിയെടുക്കുക എന്ന സെറ്റപ്പിലാണ് പുള്ളിക്കാരിയുള്ളത്. എന്താണെങ്കിലും ഇന്ദിരാമ്മായി രണ്ടും കൽപ്പിച്ച മട്ടാന്ന രീതിയിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ആര്യ. അപ്പോൾ ഇതിന് ശേഷം കാട്ടുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലി തുള്ളിയിട്ട് കാവ്യ ശംഖചക്രം തറവാട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ പതിവ് പോലെ അവിടെ അനുപമയുണ്ട്. അപ്പോൾ അനുപമ പറയും എവിടെ, അനുപമയോട് കാവ്യ ചോദിക്കും എവിടെ, അതായത് അവിടുത്തെ നമ്മുടെ രാഘവനുണ്ടിയും ആൻറ്റിയൊക്കെ എവിടെയെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേനും അനുഭവിക്കും, നീ ഇത് രണ്ടാം വരവാണല്ലോ കാവ്യ, എന്താണ് ഇത്ര ദേഷ്യം പിടിക്കുക, നീ കാര്യം പറ. അപ്പോഴത്തേനും കാവ്യ പറയും, ഞാൻ നിങ്ങളോടൊക്കെ അന്നേ പറഞ്ഞതല്ലേ നിർബന്ധിച്ച് ഈ അർജുൻ്റെ തലയിൽ എന്നെ കെട്ടിവെക്കാൻ നോക്കേണ്ട എന്ന്. കാരണം അവന് എന്നെ വേണ്ട, അവന് എന്നെ താല്പര്യമില്ല, അവന് അഞ്ജലിനെയാണ് ഇഷ്ടം, അവനൊരു രീതിയിലും എന്നെ വേണ്ട. വെറുതെ ഞാൻ എന്നെ ഇഷ്ടമല്ലാത്ത ഒരുതിൻ്റെ പുറകെ നടന്ന് ഞാൻ വെറും പബ്ലിക്കായി നാണം കെട്ടു, വെറും വിദ്യയായി, വെറും ഫൂളായി, ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേനും അനുഭവം ചോദിക്കും, നീ കാര്യം പറ, എന്താ പറ്റിയെന്ന് പറയാം. അപ്പോൾ കാവ്യം നടന്ന കാര്യമൊക്കെ പറയും. ഇങ്ങനെ അർജുൻ പബ്ലിക്കായിട്ട് വെച്ച് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നെ വേണ്ട, അങ്ങനെ പബ്ലിക്കായിട്ട് കാവ്യനെ തൊലി ഉരിച്ചു കളഞ്ഞു എന്ന് ഈ കാവ്യ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേനും അനുപമ സ്വന്തം കാര്യങ്ങൾ, അതായത് പതിവ് പല്ലവി പോലെ കാവ്യയുടെ മനസ്സിലേക്ക് കുറേ അധികം വിഷം കൊത്തി നിറയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും കാവ്യയോട് പറയും, നീ ഇതിനാണോ ഇങ്ങനെ കിടന്ന് പറയുന്നത്, ശരിയാണ്, അപ്പം നിന്നോട് അങ്ങനെ പറഞ്ഞു, അപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്, പക നിനക്കുണ്ടാവണം, നിന്റെ മനസ്സിൽ പക ഉണ്ടാവണം, ഒരിക്കലും അഞ്ജലിയുടെ ഒപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കരുത്. നീ ഇപ്പോൾ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് വെച്ച് പോയി കഴിഞ്ഞാൽ നീ അതായത് അർജുൻ എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്, അവനൊരു സ്ഥലത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമോ? അതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നിന്റെ മുമ്പിൽ അഞ്ജലിയെ കിട്ടി നിന്റെ മുമ്പിൽ വരും, നിന്റെ മുമ്പിൽ കൂടെ ജീവിച്ച് കാണിക്കും, അവർ സന്തോഷത്തോടെ നടക്കും. ഇതൊക്കെ കണ്ട് നിനക്ക് കരഞ്ഞു തീർക്കാനേ സമയം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ മനസ്സിൽ പക ഇങ്ങനെ ആളി കത്തുകയാണ് കേട്ടോ. അപ്പം കാവ്യ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നതെന്ന് പറയും. അപ്പത്തേനും അനുപമ പറയും, ഞാനാണെങ്കിൽ നിന്റെ സ്ഥാനത്ത് എന്താണെങ്കിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. ഞാനാണെങ്കിൽ അവൻ്റെ കഴുത്തിൽ തന്നെ താലി കിട്ടും, അവനോടുള്ള പക തീർക്കും, അഞ്ജലിയോടുള്ള പക തീർക്കും, അതാണ് നീയും ചെയ്യേണ്ടത്, അല്ലാതെ നീ അവനെ ഉപേക്ഷിച്ച് പോവുകയല്ല വേണ്ടതെന്ന് പറയും കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കാവ്യയ്ക്കും അത് ശരിയാണെന്ന രീതിയിലൊക്കെ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അനുഭവം പറയും, നീ പക വീട്ടണം, അവനെ കല്യാണം കഴിച്ച് പക വീട്ടണം, അവനെ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണം, അഞ്ജലിനെ വെറും നാണം കെടുത്തി അവളെ ഒന്നും അല്ലാതാക്കണം അവൻ്റെ ജീവിതത്തിൽ നിന്ന് പറയും കേട്ടോ. അപ്പോൾ കാവ്യ കുറച്ച് ഇതാകട്ടോ, അങ്ങനെ തന്നെ ചെയ്യാമെന്ന രീതിയിലൊക്കെ പുള്ളിക്കാരി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അർജുനോടും അഞ്ജലിയോടുമുള്ള ഒരു ക്രൂരമായ പക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാവ്യയുടെ മനസ്സിലേക്ക് ഈ അനുപമ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സീനാണ് അത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും അവസാനത്തെ സീൻ എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ആര്യ സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് കേട്ടോ. ഭയങ്കര വിഷമമാണ് ആര്യക്കുട്ടിക്ക്. നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളെ പറ്റിയാണ് ഈ ഇന്ദിരാമായി പറഞ്ഞിട്ടുള്ളത്. അത് ഒരു രണ്ടാം കെട്ടുകാരനെ പോയി കല്യാണം കഴിക്കണം, അവർക്ക് പെണ്ണിനെ പോലും കാണേണ്ട, അതായത് പെണ്ണിനെ കിട്ടിയാൽ മതി, എന്താണെങ്കിലും കുഴപ്പമില്ല സെറ്റപ്പ്, അത്രയും വിലയുള്ളൂ എന്നാണ് അതിനർത്ഥം. അപ്പോഴത്തേനും അതൊക്കെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മുടെ അഞ്ജലിക്കുട്ടി പുറത്തേക്ക് ഫോണൊക്കെ വിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ അഞ്ജലി കാണും ഇങ്ങനെ നമ്മുടെ ആര്യ ഇരുന്ന് കരയുന്ന കാണും. അപ്പോൾ ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആര്യ ഇങ്ങനെ കാര്യം പറയും, ഇങ്ങനെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ്, അതും ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ടെന്നൊക്കെ പറയും. അപ്പോഴത്തേനും നമ്മുടെ അഞ്ജലിക്കുട്ടി പറയും, അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇന്ദിരാമ്മായി പല സമയത്തും പലരെയും കൊണ്ട് വന്നിട്ടുണ്ട്, പട്ടാളക്കാർ അങ്ങനെ അതും ഇതൊക്കെ വന്നിട്ടുണ്ട്, അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അപ്പോഴത്തേനും ആര്യ പറയും, ഇത് അങ്ങനെയല്ല അഞ്ജലി, ഇത് അമ്മ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് അഞ്ജലി എന്ന് പറയും. അപ്പോഴത്തേനും അഞ്ജലി
ആത്മവിശ്വാസം കൊടുക്കും. ചേച്ചി വിഷമിക്കാതിരിക്കുക ചേച്ചി, അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്തൊക്കെ ആലോചിച്ച് വന്നാലും ചേച്ചിയുടെ സമ്മതം ഉണ്ടെങ്കിലല്ലേ ഇത് നടക്കത്തുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇന്ദിരാമ്മായി അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇന്ദിരാമ്മായി പറയും, അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? നിന്റെ സമ്മതം ഇവിടെ ആർക്കും ആവശ്യമില്ല. ഇത് എൻ്റെ മോളായവള്, ഇവളുടെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം, അതിൽ കൂടുതൽ ആരും ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരാമ്മായി വരും. അപ്പോൾ അഞ്ജലിക്കും പെട്ടെന്ന് എന്തോ പോലെ ആവും ഈ അമ്മായി ഇങ്ങനെ കിടന്ന് പറയുമ്പോൾ. അപ്പോഴത്തേനും അങ്ങനെ അവൾക്ക് ഒരു ജോലി വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ അഞ്ജലിക്കുട്ടി ചോദിക്കും. അപ്പോഴത്തേനും അമ്മായി പറയും, ഇവൾക്ക് ജോലിയോ? ഇവളൊരു സാധാരണ പെണ്ണല്ല, നമ്മളെപ്പോലെ നിന്നെപ്പോലെ എന്നെപ്പോലെ ആണോ? അവളെ ഇരിപ്പ് കണ്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്കും പിന്നെ കുത്തി നോവിക്കാണ് കേട്ടോ. ഒരമ്മ തന്നെ പറയുന്നതാണോ ഈ വാക്കുകൾ എന്ന് സത്യം തന്നെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതെന്തായാലും ഞാൻ നടത്തുക തന്നെ ചെയ്യും, അത് കൂടുതൽ ആരുടെയും സമ്മതമൊന്നും എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് അമ്മായി അകത്തേക്ക് കയറിപ്പോകും കേട്ടോ. അപ്പം അഞ്ജലി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ആര്യ പറയുന്നൊരു വാക്കുണ്ട്, ഇതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ആര്യ പറയും, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഞ്ജലിക്കുട്ടിയോട് പറയും, അഞ്ജലി, ഇനി എനിക്ക് മുമ്പിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അഞ്ജലി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ ജയിലിൽ പോയി കാണാനുള്ള പെർമിഷൻ വേണം, അച്ഛനോട് എനിക്ക് സംസാരിക്കാം, അത് മാത്രമാണ് അഞ്ജലി എനിക്ക് മുമ്പിലുള്ള വഴി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പോൾ ആര്യയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ജയിലിൽ പോയി അച്ഛനെ കാണണം എന്നാണ് ആര്യ പറയുന്നത് കേട്ടോ. എന്താണെങ്കിലും വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ. ഇത് ഏറ്റവും പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാവ്യയുടെ മനസ്സിലേക്ക് ഈ അനുപമ ഇൻജക്റ്റ് ചെയ്ത ആ വാക്കുകളും ആ സംഭവങ്ങളും തന്നെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന ഹൈലൈറ്റ്. അതുപോലെ തന്നെ കാവ്യയോട് നമ്മുടെ അർജുൻ പറയുന്ന വാക്കുകൾ വളരെ ഡീപ്പായിട്ട് നമുക്ക് തോന്നി. അതായത് അഞ്ജലി എത്രത്തോളം തനിക്ക് വലുതാണ്, വിലപ്പെട്ടതാണ് എന്നുള്ളൊരു സന്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും TV-യിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. എന്താണെങ്കിലും കൂടുതൽ വീഡിയോസുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.